ഒരുപാട് ഓഫ്കോഴ്സ് ലാലേട്ടൻ്റെ തിരിച്ചറിയെന്ന് പറയുമ്പോൾ പ്രമരത്തിന് ശേഷം ഇത്രയും നല്ല പെർഫോമൻസ് കാണുന്ന അറിയത്തില്ല. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഒരു ആക്ടർ നമ്മൾ ഓഫ്കോഴ്സ് വില്ലൻ്റെ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ബിനു പപ്പു അമേസിങ്. അയാളുടെ നേരത്തെ ഇപ്പോൾ ഓപ്പറേഷൻ രാവിലെയാണ് ആദ്യം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അതിന് ശേഷമാണ് അതിന് എത്ര പേര് ബിനു പപ്പിനെ പറ്റി സംസാരിക്കുന്ന എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നെ ഏറ്റവും ഞെട്ടിക്കുന്നത് ബിനു പപ്പിൻ്റെ പെർഫോമൻസ് വളരെ ഷട്ടിൽ ലെയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അത് വളരെ നന്നായിട്ട് തന്നെ പുള്ളി ചെയ്യുകയും ചെയ്തു. സോ ഹാപ്പി അബൌട്ട് പെർഫോമൻസസ്. വളരെ നല്ല പെർഫോമൻസ് ആണ് ചെയ്തു വരുന്നത്. ബാക്കി ഓഫ്കോഴ്സ് നമ്മുടെ ക്രാഫ്റ്റിനും ബാക്കി ടെക്നിക്കാലിറ്റിയും എല്ലാ സൈഡും നല്ലതാണ്. പെർഫോമൻസ് ആയിട്ടാണ് അതിൻ്റെ ഏറ്റവും സ്ട്രോങ്. അതിൽ 3 പേര് മോഹൻലാൽ, ബിനു പപ്പു, ദെൻ വില്ലൻ. കുറേ ഡിഗ്രേഡിങ് വരുന്നുണ്ടല്ലോ. എനിക്കറിയില്ല എൻ്റെ ഡിഗ്രേഡിങ് സൈഡിനെ പറ്റി ഞാൻ വേറെ അധികം കേട്ടില്ല. ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതി കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു സാധാരണ ഡ്രാമാറ്റിക് എലമെൻറ്റുള്ള സാധാരണ മലയാള സിനിമ ഡ്രാമ എലമെൻറ്റുള്ളതായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സിനിമ മൊത്തത്തിൽ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റോറിയേക്കാൾ ഉപരി എനിക്ക് അതിൻ്റെ പെർഫോമൻസ് ആയിട്ട് ഞാൻ കൂടുതൽ മാത്രമല്ല ലാഗ് എടുത്തിട്ടും തോന്നിക്കുന്ന ചില സൈഡുകളുണ്ടെങ്കിലും പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം പെർഫോമൻസ് ആണെങ്കിലും മേക്കപ്പ് ചെയ്യുന്നത്. ലാലേട്ടൻ മികച്ച വില്ലനാണെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്കറിയില്ല അത്